ഇതിന് തൊട്ട് ചേർന്ന് മറ്റ് കെട്ടിടങ്ങൾ ഉൾപ്പെടെയുണ്ട്. മാത്രമല്ല ഈ TVS ഷോറൂമാണ്. നിരവധി സ്കൂട്ടറുകൾ ഉണ്ട്, പുതിയതും ഒപ്പം ഈ സർവീസിനെത്തിയതുമായ വാഹനങ്ങൾ നിരവധിയുണ്ട്. അതുകൊണ്ട് ഈ തീ താഴേക്ക് വ്യാപിച്ചിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോയേനെ. പക്ഷേ ആ അപകടം ഒഴിവാക്കി തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ ഏതെങ്കിലും ഭാഗത്ത് തീ ചെറിയ തോതിലെങ്കിലും പടർന്നിട്ടുണ്ടെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കണം. ആ ഒരു ദൗത്യമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ നമ്മൾ ആ തീ പടരുന്ന കണ്ട ആ ഒരു സ്ഥലത്ത് ഈ വെള്ളം പമ്പ് ചെയ്ത് ആ തീ അണയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ മുകൾ ഭാഗം പൂർണ്ണമായും ഷീറ്റ് കൊണ്ട് മറച്ചത് കൊണ്ട് തന്നെ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ അകത്തെ ആ ഷീറ്റിന് താഴെയുള്ള തീ പൂർണ്ണമായും അണയ്ക്കുന്നതിന് പ്രയാസമുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ നേരത്തെ ആളിപ്പടർന്നുകൊണ്ടിരുന്ന തീ ഫയർഫോഴ്സ് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വലിയ പുക ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഈ അകത്തുണ്ടായിരുന്ന മാറ്റാൻ കഴിയുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇതിനോടകം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരു സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. മറ്റ് 2 വാഹനങ്ങൾക്ക് സാരമായി പരിക്കേറ്റു. ബാക്കിയുണ്ടായിരുന്ന സ്കൂട്ടറുകളും വാഹനങ്ങളും ഈ ഇലക്ട്രോണിക് വസ്തുക്കളും ഒക്കെ തന്നെ സമീപത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഏതെങ്കിലും തരത്തിൽ ഈ താഴേക്ക് തീ പടർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ തീ ഇപ്പോഴും ആളിക്കത്തുന്നുണ്ടോ, ഉൾഭാഗത്ത് ആളിക്കത്തുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് പരിശോധിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഒരു ഇടപെടലാണ് വലിയ അപകടം ഒഴിവായത്. കാരണം ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് സാധനങ്ങൾ സൂക്ഷിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരം PMGയിലാണ് TVS ഷോറൂമിൽ തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 1:30 ഈ തീപിടുത്തമുണ്ടാവുന്നത്. ഫയർഫോഴ്സിൽ വിവരം കിട്ടിയ ഉടനെ തന്നെ 8ഓളം ഫയർ എഞ്ചിനുകൾ അവിടേക്ക് എത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയുമായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഏതാണ്ട് തീ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞിട്ടുണ്ട്. 2 നിലകളിലായിട്ടാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ താഴെ നിലയിൽ ഈ പുതിയ സ്കൂട്ടറുകൾ, അതുപോലെ സർവീസിനായി എത്തിച്ച സ്കൂട്ടറുകളൊക്കെയാണുള്ളത്. ആ താഴെ നില പൂർണ്ണമായി തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ നിലയാണ്, അവിടെയാണ് ഇപ്പോഴും ചെറിയ രീതിയിൽ തീയും ശക്തമായ രീതിയിൽ പുകയുമൊക്കെ ഉയരുന്ന സാഹചര്യമുള്ളത്. താഴെ നിന്ന് തന്നെ മുകളിലെ നിലയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന നടപടിയാണ് ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടാകുന്നത്. അത് പൂർണ്ണമായി അവിടേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല ഫയർഫോഴ്സിന് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമൊന്നും ഇപ്പോഴില്ല. സംയോജിതമായ ഒരു ഇടപെടലിൽ വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ എത്തുകയും അവരുടെ ഇടപെടലിലൂടെ ആ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിലുണ്ടായിരുന്ന 3 സ്കൂട്ടറുകൾ കത്തി നശിച്ചിട്ടുണ്ട്. മുകളിലെ നിലയിലെ നാശനഷ്ടം, അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഷെഡ് പൂർണ്ണമായും കെട്ടിടം ഏതാണ്ട് ഭാഗികമായും കത്തിയ നിലയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം എന്നത് സംബന്ധിച്ചൊക്കെ വിശദമായ പരിശോധന ഇനി നടക്കേണ്ടതുണ്ട്. എങ്കിലും അവിടെ നിന്ന് ലഭ്യമാകുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഇത് ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്.